പേര് ഐശ്വര്യ അല്ലേ? എൻട്രൻസിന് എനിക്ക് തോന്നി മെറിറ്റ് അഡ്മിഷനാണ്. ഈ കോളേജിൽ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ എലക്റ്റീവ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ സബ്ജക്റ്റ് എടുക്കുന്നതായിരിക്കും മോൾക്ക് നല്ലത്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഐശ്വര്യ, ജെൻഡർ എന്താ? അയ്യോ, ഇവിടെ ജെൻഡർ പറയണം. വേണം. കാര്യം നമ്മൾ പ്രോഗ്രസീവ് ഒക്കെ ആണ്. പക്ഷെ നമുക്കറിയോ, ഞാൻ ഈ PhD പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ പോലത്തെ ഇതൊന്നും. ഞാൻ ആകെ മെയിലും ഫീമെയിലും മാത്രമേ ഞാൻ ടിക്കറ്റിട്ടുള്ളൂ. എനിക്കറിയില്ല എൻ്റെ പൊന്ന് ടീച്ചറാണോ. എനിക്ക് തോന്നി ടീച്ചറാണെന്നൊരു ടീച്ചറെ മോളുടെ ഒരു കാണുമ്പോൾ തന്നെ ടീച്ചറെ മോള് ഒരു ലുക്ക് ഉണ്ട് ഐശ്വര്യ മോൾക്ക്. ഹോസ്റ്റലിൽ ഇപ്പോഴേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, വുമൻസ് ഹോസ്റ്റലിൽ നിന്ന് കിട്ടും. അപ്പോൾ ഹോസ്റ്റലിൽ നമുക്ക് ഇവിടെ 8 മണിക്ക് ശേഷമാണ് കർഫ്യൂ. പക്ഷെ ഒരു 6 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ നല്ല, കാരണം നാളെ കെട്ടിച്ചു വിടേണ്ട പിള്ളേരാണ്. അമ്മോടാണ് പറയുന്നത്, കെട്ടിച്ചു വിടേണ്ട പിള്ളേരാണ്. അപ്പോൾ ഈ പിള്ളേരെ ഭാവി നമ്മൾ നോക്കണമല്ലോ. അവിടെ നിന്ന് 4ാമത്തെ ടേബിളിൽ ഇരിക്കുന്ന ടീച്ചറും അവരോട് സംസാരിക്കുന്ന ടീച്ചർമാരോടൊന്നും വല്ലാണ്ട് അടുപ്പം വേണ്ട. മോള് സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കുക. 6 മണിയാകുമ്പോൾ ഹോസ്റ്റലിൽ കയറുക. ഞാൻ പറഞ്ഞില്ല, 4ാമത്തെ സീറ്റിലിരിക്കുന്ന ടീച്ചർ, ആ ടീച്ചറും കുറച്ച് കുട്ടികളും കൂടിയിട്ട് ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഓരോ ഹോസ്റ്റലിൽ വേണം താമസിക്കാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ വാ തിളക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് മോൾ ആ കൂട്ടത്തിലൊന്നും പോണ്ട. അമ്മേ, അറിയാലോ, ഞാനും ഒരു അമ്മയാണ്, നിങ്ങളും ഒരു അമ്മയാണ്. ഈ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇപ്പൊ വന്ന് പഠിപ്പിക്കാൻ വന്നിട്ടുള്ള ടീച്ചർമാർക്കൊന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടിട്ട് 3 കുട്ടികളുണ്ട്. ഇവർക്കാണ് ഇവിടുത്തെ എല്ലാ ഹോൾഡും എല്ലാ പവറും ഉള്ളത്. അപ്പൊ എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഇവരെ വിളിച്ചാൽ മതി. കേട്ടോ, സുനില, മുത്തു, ഷിബു, വിഷ്ണുപ്രീതി, ഈ 3 പേരോട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ 3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എൻ്റെ മോൾക്ക് സഹായിക്കാൻ. കേട്ടല്ലോ ഐശ്വര്യ കുട്ടിയെ? അപ്പൊ നന്നായി പഠിച്ച് ഇവിടെ റാങ്ക് വാങ്ങണം. ഇന്റേണലൊക്കെ ഞാൻ ഇട്ട് തരും. ഇനി എന്തെങ്കിലും തിരക്കായിട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയ തലവേദനയോ കാലുവേദനയോ കൈവേദനയോ മോൾക്ക് വരാൻ പറ്റിയില്ല വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അറ്റൻഡൻസ് തന്നോളാം. ബാക്കിയുള്ള കുട്ടികളൊന്നും നോക്കണ്ട.